മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി എന്നീ സൂപ്പർ താരങ്ങൾക്ക് ശേഷം മലയാള സിനിമയിലെ ശക്തമായ സാന്നിധ്യമറിയിച്ച വ്യക്തിയാണ് ദിലീപ്. ശരിക്കും സൂപ്പർ താരമായി തന്നെ വളർന്ന ദിലീപ് ചിത്രങ്ങൾ എക്കാലത്തെയും റിപ്പീറ്റ് വാല്യം ഉള്ളവയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കൊച്ചിൻ ഹനീഫ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, കലാഭവൻ മണി, ഇന്നസെന്റ്, ഹരിശ്രീ അശോകൻ, ജഗതി തുടങ്ങിയ താരങ്ങൾക്കൊപ്പമുള്ള ദിലീപ് ചിത്രങ്ങൾ ഇന്നും ആരാധകർ ഏറെയാണ്. അത്തരത്തിൽ അടുത്ത കാലത്തായി ഇറങ്ങിയ ദിലീപ് ചിത്രങ്ങൾക്ക് പക്ഷേ പഴയ ജനപ്രീതി കൈവരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവസാനമായി രാമലീല എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിനു ശേഷം ദിലീപിന് ഒരു ഹിറ്റ് ചിത്രത്തിന് കാത്തിരിക്കേണ്ടി വന്നത് വർഷങ്ങളാണ്. അത്തരത്തിൽ ഹിറ്റായ ചിത്രമാണ് പ്രിൻസ് ആൻഡ് ദി ഫാമിലി. ധ്യാൻ ശ്രീനിവാസൻ ഉൾപ്പെടെ അഭിനയിച്ച ചിത്രം 60 ദിവസം പിന്നിട്ട ശേഷം വിജയ ആഘോഷം ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ചിരുന്നു. ഈ സിനിമയുടെ വിജയാഘോഷ വേളയിൽ ദിലീപ് നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ വൈറലാകുന്നത്. തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും മൺമറഞ്ഞുപോയ കലാകാരന്മാരെ കുറിച്ചും നടൻ സംസാരിച്ചു. ഒരുപാട് പൊട്ടിച്ചിരിപ്പിക്കുന്ന സിനിമയിലെ നായകൻ എന്ന് കേട്ടപ്പോൾ സന്തോഷം. പക്ഷെ 91 മുതൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമയിൽ തുടങ്ങിയപ്പോൾ എന്റെ സീനിയേഴ്സിന്റെ അഭിനയം കണ്ടാണ് ഞാൻ അഭിനയം പഠിച്ചത്. അന്ന് ലാലേട്ടന്റെ മുൻപിൽ ക്ലാപ്പ് അടിച്ച് തുടങ്ങിയ സിനിമാ ജീവിതമാണ് എന്റേത്. അതിനുശേഷം ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് ഹീറോസത്തിന്റെ ലിസ്റ്റ് എടുത്താൽ ഒരുപാട് പേരുണ്ട്. ലാലേട്ടൻ ആണെങ്കിലും ജയറാമേട്ടൻ ആണെങ്കിലും മുകേഷ് ഏട്ടൻ, ശ്രീനിയേട്ടൻ, ജഗദീഷ് ഏട്ടൻ, സായി ചേട്ടൻ, സിദ്ദിഖ് തുടങ്ങിയ ഒരുപാട് നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് ചിരിപ്പടങ്ങളും ഹീറോകളും ഉണ്ടായിരുന്നു. അതുപോലെ നമ്മെ വിട്ടുപോയ ഒരുപാട് പേരുണ്ട്. വേണുവേട്ടൻ, ഉണ്ണിയേട്ടൻ, മാളച്ചേട്ടൻ, ബഹദൂറിക്ക, ഹനീഫിക്ക, അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ കളിച്ചാണ് ഇങ്ങനെ എത്തിയത്. അവരിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. എന്നെ കൊണ്ട് ഒറ്റയ്ക്കാവുമായിരുന്നില്ല. മലയാള സിനിമയിൽ വരുമ്പോൾ എനിക്ക് ആദ്യമുണ്ടായ ഒരു പേടി ഉണ്ടായിരുന്നു. ഞാൻ സംവിധായകനായി ജോലി ചെയ്ത ഒരാളാണ്. അപ്പോൾ എന്നെ എങ്ങനെ അഭിനയ നേതാക്കൾ ഏറ്റെടുക്കുമെന്നുള്ള പേടിയായിരുന്നു അത്. എന്നോട് എങ്ങനെയായിരിക്കും പെരുമാറുക എന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു. അവർ ഓരോരുത്തരും വളരെ ആത്മാർത്ഥമായി എന്നെ തിരുത്തിയവരാണ്. അവരോട് ഞാൻ ആദ്യമേ നന്ദി പറയുകയാണ്. 150 സിനിമ എന്നിലേക്ക് എന്നെ എത്തിച്ച എൻ്റെ നിർമ്മാതാക്കൾ, സംവിധായകർ, എഴുത്തുകാർ, അഭിനയ നേതാക്കൾ എന്നിവരെയെല്ലാം ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല ഉറക്കമൊളിച്ചത്. അവരോടൊക്കെ ചേർന്ന് നിന്നിട്ടുള്ളതാണ് എൻ്റെ ജീവിതം. ഇന്നത്തെ കാലത്ത് ഒരു സിനിമ 60 ദിവസം ഓടുന്നത് വലിയ കാര്യമാണ്. 25 ദിവസമൊക്കെയാണ് ഒരു സിനിമയുടെ ആയുസ്. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ OTT കാണാം, ഇല്ലെങ്കിൽ ഇല്ല. ഇത് സിനിമയ്ക്ക് അനുകൂലമായ സാഹചര്യമാണോ അല്ലയോ എന്നെനിക്കറിയില്ല. അത്തരത്തിൽ വലിയ വിജയമായ ഒരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എല്ലാവരോടും നന്ദി പറയുന്നു.